നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. സിറിയയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, രണ്ട് കേന്ദ്രങ്ങൾ. ഒന്നെന്ന് പറയുമ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ താവളങ്ങളെ അമേരിക്ക ആക്രമിച്ചു. മറുഭാഗത്ത് സിറിയയിലെ ആയുധ സംഭരണശാലകളെ, കേന്ദ്രങ്ങളെ ബോംബിട്ട് തകർത്ത് ഇസ്രയേലും രംഗത്ത് വന്നു. അതിരൂക്ഷമായ ബോംബ് വർഷം അമേരിക്കയും ഇസ്രയേലും ഒന്നിച്ചു തന്നെ നടത്തിയതിൻ്റെ കാരണം എന്ത് എന്നുള്ളതാണ് ലോകം തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, സിറിയയിൽ വിമതർ അധികാരം പിടിച്ച് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്ത് തരത്തിലായിരിക്കുമെന്നുള്ള സൂചന ഇതിനോടകം തന്നെ ലഭിക്കുന്നുണ്ട്. അൽ ഖയ്ദയോട് അനുഭാവം പുലർത്തിയിരുന്ന സംഘടന പിന്നീട് അൽ ഖയ്ദയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചുകൊണ്ട് സ്വതന്ത്രമായി തന്നെ വിമതസേന എന്ന രീതിയിൽ HTS സിറിയ പിടിച്ചടക്കിയ ഈ സാഹചര്യം ഒരു സമയത്ത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം പിടിച്ചെടുത്തതുപോലെ ഒരു ഭീകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന സംശയം പല രാജ്യങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് താലിബാൻ നല്ല രീതിയിൽ ഭരണം കൈയാളാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും അവരുടെ കഴിവിൻ്റെ പരമാവധി അവർ നടത്തിയത് നമ്മൾ കണ്ടതാണ്. എന്നിരുന്നാൽ പോലും അവരുടെ സ്വത്വം, അവർ അത്രയും നാൾ ശീലിച്ചു വന്ന ആ രീതികൾ, അതിൽ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതം, മറ്റു രാജ്യങ്ങൾക്കുണ്ടാകുന്ന ഭീഷണി, ഇതൊക്കെ തന്നെയാണ് നിലവിൽ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇസ്രയേലും ജാഗരൂകരാണ്. കാരണം അവർക്ക് ഏത് സമയവും ഏത് തരത്തിലുള്ള തിരിച്ചടികളും ഉണ്ടാകുമെന്ന ഭീതി ഉയർന്നു വരുന്നുണ്ട്. എന്നിരുന്നാലും HTS കൂടുതൽ ഇസ്രയേലിനോട് അനുഭാവം പുലർത്തുമെന്ന് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും എന്തുകൊണ്ടാണ് അമേരിക്കയും ഇസ്രയേലും ഈ ഘട്ടത്തിൽ ബോംബാക്രമണം നടത്തിയത്? ഉത്തരം വളരെ എളുപ്പമാണ്. വിമതസേന സിറിയ പിടിച്ചെടുത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇസ്രയേൽ കടുത്ത നടപടിയിലേക്ക് കടന്നത്. പ്രസിഡന്റ് ബാഷർ അൽ അസദ് കുടുംബത്തോടൊപ്പം തന്നെ മോസ്കോയിലേക്ക് നാടുവിട്ടതിന് പിന്നാലെയാണ് സിറിയയിൽ ഇസ്രയേൽ ഈ ബോംബിംഗ് ഉണ്ടാക്കിയത്. സിറിയയിലെ ആയുധ സംഭരണ ശേഖരം, ആ കേന്ദ്രങ്ങളെ തന്നെയാണ് ഇസ്രയേൽ തച്ചുടച്ചത്. കാരണം ഈ ആയുധങ്ങൾ വിമതരുടെ കൈക്കൽ എത്തിക്കഴിഞ്ഞാൽ അത് വലിയ തോതിൽ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. കാരണം രാസായുധങ്ങൾ അടക്കം അവിടെ ഉണ്ടെന്നുള്ള സൂചന നേരത്തെ പുറത്തു വന്നിരുന്നു. അതുകൊണ്ടാണ് അതിന് മറുമരുന്ന രീതിയിൽ ഈ നീക്കം നടത്തിയത്. സിറിയയിലെ IS താവളങ്ങൾ അമേരിക്ക ആക്രമിച്ചതിൻ്റെ കാരണം ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ചില ഭീകരർ, ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ അവിടെ നുഴഞ്ഞു കയറുന്നുവെന്നും അവരവിടെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുവെന്നുമുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് അമേരിക്കയ്ക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് അവരുടെ താവളങ്ങളെ ചുട്ടരിച്ചത്. അസദ് ഭരണകൂടത്തിന്റെ തകർച്ചയ്ക്ക് പിന്നാലെ തന്നെയാണ് അമേരിക്കയും ഇതേ ആക്രമണം നടത്തിയത്. സ്ഥിതിഗതികളൊക്കെ മുതലെടുക്കാൻ ഇതിനിടയിൽ ISIS ശ്രമിക്കുന്നുവെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കുറ്റപ്പെടുത്തിയത്. ISനെ തിരിച്ചു വരാൻ അനുവദിക്കില്ല എന്ന് ജോ ബൈഡൻ ശക്തിയുക്തം എതിർത്ത് പറയുകയും ചെയ്തു. അമേരിക്കൻ എയർഫോഴ്സിന്റെ B-52 സ്ട്രാറ്റോ ഫോർട്ടസ് ബോംബറുകൾ, ഒപ്പം തന്നെ F-15E സ്ട്രൈക്ക് ഈഗിൾസ്, A-10 തണ്ടർബോൾട്ട് 2 എന്നീ യുദ്ധവിമാനങ്ങൾ തന്നെയാണ് ഈ ആക്രമണത്തിൽ ചുക്കാൻ പിടിച്ചത്. ഈ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരുടെ താവളങ്ങളിൽ ആക്രമണം നടത്തി. വിമതർ സിറിയ പിടിച്ചെടുത്തതോടെ രാജ്യം വിട്ട പ്രസിഡന്റ്, ഇപ്പോൾ അസദ്, മുൻ പ്രസിഡന്റ് റഷ്യയിലുണ്ടെന്നുള്ള റിപ്പോർട്ട് നേരത്തെ പുറത്തു വരുന്നു. അതിനു മുന്നേ അസദ് കൊല്ലപ്പെട്ടിരുന്നു എന്നുള്ള രീതിയിലൊക്കെ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അത് അസദിനെ രക്ഷപ്പെടുത്താനുള്ള റഷ്യൻ തന്ത്രമായിരുന്നുവെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അസദിനും അതുപോലെ കുടുംബത്തിനും റഷ്യ അഭയം നൽകിയെന്നാണ് വിവരം. അസദിന്റെ ഭരണത്തിന് അവസാനമായതോടെ വിമത സേനയായിട്ടുള്ള HTSന്റെ തലവനായ അബു മുഹമ്മദ് അൽ ജുലാനി സിറിയയുടെ തലപ്പത്തേക്ക് എത്തുമെന്നുള്ള അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. അസദിന്റെ ഭരണം അവസാനിച്ചതോടെ ഉയർന്നു വരാൻ പോകുന്നത് വലിയ തോതിലുള്ള വെല്ലുവിളികളാണ്. അനിശ്ചിതത്വം അതുപോലെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ള സൂചനയിൽ ലഭിക്കുന്നു. ഹോംസ് വീഴുകയും തലസ്ഥാനത്തിന്റെ നിലനിൽപ്പ് ആശങ്കയിലാകുകയും ചെയ്തതോടെ 5 പതിറ്റാണ്ട് കാലം നീണ്ടുനിന്ന 1970 ശേഷം ഇങ്ങോട്ടേക്ക് 2000 ശേഷം അസദിന്റെ ഭരണകാലത്തിന് ശേഷവും ഏകാധിപത്യം ഇപ്പോൾ വേരറ്റ് വീഴുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാനായി സാധിച്ചത്. അമേരിക്കയും സിറിയയിലെ വിവിധ ഇടങ്ങളിൽ കനത്ത ആക്രമണം നടത്തിയതും ഈ ഒരു ഭീതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. മധ്യ സിറിയയിലെ ISIS ക്യാമ്പുകളൊക്കെ തന്നെ അമേരിക്ക പൂർണ്ണമായും നിർജ്ജീവമാക്കിയെന്നാണ് അവകാശപ്പെടുന്നത്. സിറിയയിൽ നടക്കുന്ന ആശയക്കുഴപ്പത്തിൽ ISIS ഒരു തരത്തിലുമുള്ള മുതലെടുപ്പിനി മുന്നോട്ട് എടുക്കില്ല എന്നുള്ള ഒരു മുൻകരുതൽ നടപടി എന്ന നിലയിലൊക്കെ തന്നെയാണ് ഈ ആക്രമണവും. അസദ് സർക്കാർ വീണതിന് പിന്നാലെ അതിനെ അഭിനന്ദിച്ചുകൊണ്ട് അമേരിക്കയും ഇസ്രയേലും രംഗത്തെത്തിയ ഒരു കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട്. വിമതസേന ഇപ്പോൾ ഡമാസ്കസിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പതിറ്റാണ്ടുകൾ നീർന്ന ഭരണത്തിന് പിന്നാലെ പുറത്താക്കപ്പെട്ട അസദും ഭാര്യയും മക്കളും ഒക്കെ തന്നെ രാജ്യം വിട്ടില്ല എങ്കിൽ അവരെ ജീവനോടെ തന്നെ ചുട്ടരിക്കുമെന്ന ഭീഷണി ഇതിനോടകം തന്നെ ഉണ്ടായിരുന്നു. മാനുഷിക പരിഗണന കരുതി തന്നെയാണ് റഷ്യ ഇപ്പോൾ അഭയം നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.